ഹായ്. അപ്പൊ ഇന്ന് ഞാനൊരു ടിപ്പും കൊണ്ട് വന്നിട്ടുണ്ട്. ഇവനാണ് താരം. പുതിയാപ്പിള എന്നാ നീന്റെ പേര്. നമ്മളെ നാട്ടിൽ നമ്മ പുതിയാപ്പിള എന്നാട്ടാ പറയല്. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്നാ പേര് പറയുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്നാ പേര് പറയാന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടാ. അപ്പൊ സാധാരണ ഈ മീൻ വൃത്തിയാക്കി എടുക്കുന്നത് ഭയങ്കര പണിയാണ്. ഭയങ്കര പണിയെന്ന് വെച്ചാൽ ഇതിന്റെ ചൂളിയില്ലേ, ചൂളി നമുക്ക് ക്ലീൻ ആക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ. അപ്പൊ സാധാരണ മീനിന്റെ ഈ ചൂളി കളയുന്ന കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാട് വെച്ചിട്ടാണ് സാധാരണ ചെയ്യല്. അപ്പൊ ഇത് കാട് വെച്ചിട്ടല്ല, നമ്മളെ കയ്യിൽ തന്നെ അടുക്കളയിൽ ഒരു സാധനം വെച്ചിട്ട് ഈ മീൻ അങ്ങനെ എത്ര പെട്ടെന്ന് ഇതിന്റെ ചൂളി അങ്ങനെ വൃത്തിയാക്കി എടുക്കാന്നില്ല ഏട്ടാ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയൊന്നല്ല, ഇത് എന്റെ ഫ്രണ്ട് ശില്പയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ശില്പയുടെ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല രസമുള്ള ചാനലാണ്, ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള്. അപ്പൊ നിങ്ങളുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാട്ടാ. അപ്പൊ ഓളാന്ന് എനിക്ക് ഇതിന്റെ ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാനത് ചെയ്തു നോക്കി. അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നിട്ടാ. അപ്പൊ ആരും മിസ്സാക്കരുത്. പോവാം വീഡിയോയിലേക്ക്. 4 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നല്ല, ഞാൻ നേരത്തെ പൊരിച്ച് ഇതിപ്പോ ബാക്കി വന്നത് ഞങ്ങൾക്ക് തോന്നി വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. ഈ പീലർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും അവരവരുടെ അടുക്കളയിലുള്ളൊരു സാധനമാണ് പീലർ. ആപ്പിളിന്റെയും നമ്മളെ മാങ്ങേരയും കപ്പക്കേരയും എല്ലാത്തിനും തൊലി കളയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ആക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പം ഇങ്ങനെ ആരും ചെയ്യരുത്, കാരണം ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ എല്ലാം എന്റെ നനക്കുന്ന കല്ലിന്റെ മുകളിലെല്ലാം ഇത് വീട്ടാ. അപ്പോ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നേലു. അതായത് വീഡിയോ എന്നെ മീൻ കൊത്തരുത്, പോകൂ പോകൂ കുട്ടികളെ, വീഡിയോ ആണ് മക്കളെ, പോകൂ, ചതിക്കരുത്. ആകെ 4 മീനുണ്ട്, പോകൂ. അവര് വന്ന് മീനെ കണ്ട് എടുക്കല്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ട ഈ ഒരു കണ്ടിനൊക്കെ അറിയില്ല കേട്ടോ. അവര് വന്ന് അലമ്പാക്കി. പോടാ അങ്ങോട്ട്, പോടാ കൊരങ്ങ, പോടാ, നിനക്ക് തരൂല. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ കൈമ ഞാനിത് എടുത്തു വെച്ചു. കണ്ടോ, കത്തിയോണ്ട് വേഗം അല്ല, കത്തിയോണ്ട് നമ്മള് കളയുന്ന സമയത്ത് ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല. പക്ഷെ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇലയെല്ലാം കൊണ്ടുവന്നാ നമുക്ക് വേഗം മുറിക്കും, കാരണം അതിന്റെ പുറത്ത് ഈ ചൂളി ഇല്ലല്ല. ഈ പുതിയാപ്പിളക്ക് തലവേദന എന്ന് പറഞ്ഞത് ഈ ചൂളിയാണ്. ഞാൻ എവിടെയോ നോക്കിയിട്ട് അതിന്റെ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടാ. കണ്ടോ, ഇതാ ശരിക്കും നിങ്ങൾ നോക്കിക്കോ. ശീശലം വരുന്ന ശരിക്കും പോകുന്നുണ്ട്, കണ്ടതാ. പിന്നെ നമ്മളെ കാട്, മറ്റേ പഴയ ATM കാർഡ് പോണായിരുന്നു, ഞാൻ തരൂല. അപ്പൊ അങ്ങോട്ട് അത് വിടുന്നില്ല എന്നെ മുറിക്കാൻ വേണ്ടിട്ട്. കാണുന്നുണ്ടല്ലോ, ഇത് വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മ കത്തി വെച്ചിട്ട് എങ്ങനെയാണോ മുറിക്കുന്നത് അങ്ങനെ അതിന്റെ തലയും ചിറകെല്ലാം മുറിച്ചു കൊടുക്കത്തുണ്ടോ. ഇതാ വെറുതെ പറയുന്നതല്ല, നിങ്ങള് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ഇടാണ് കേട്ടോ. എങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്ന കാര്യമാണോ അല്ല ഞാൻ വെറുതെ തട്ടി വിട്ടതാണോ. കാരണം എൻ്റെ അടുത്ത് ശില്പ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എങ്ങനെ പീലർ കൊണ്ട് ഇത് എങ്ങനെയാന്നുള്ള ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ചെയ്ത് നോക്കിയാലേ അറിയുന്നേ. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി. കണ്ട കണ്ട എന്താ എന്താ ശരിക്ക് കാണിച്ചു തരാം. ഓ വേണ്ട, ശരിക്ക് പോയിട്ടുണ്ട്. ഞാൻ അടുത്തത് എടുക്കാം. ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വൃത്തി ചെയ്യണേ. ഞാനിപ്പോ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യും. ഇപ്പൊ വീഡിയോയില് കറക്റ്റ് കിട്ടാനാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ നനക്കുന്ന കല്ലിന്റെ മുകളിൽ എല്ലാം ഞാനിപ്പോ ഇത് ക്ലീൻ ആക്കണം. തലവേദനയാണ്, പക്ഷെ വീഡിയോയില് കറക്റ്റ് കിട്ടാം. ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പം എന്തായാലും തെറിക്കുമല്ല. വീഡിയോയില് കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതാ വെറുതെ മെല്ലെ നിങ്ങൾ ഈ മാങ്ങേരിയും പിന്നെ നമ്മള് വെള്ളരിക്കൻ്റെ ഒക്കെ തൊലി നിർത്തുന്നതൊക്കെ എങ്ങനെ അങ്ങ് ചീന്തി കൊടുത്താൽ അതിന്റെ ഇറച്ചി അടക്കം പോവും. നല്ല സോഫ്റ്റ് ആയിട്ട് അവരെ സ്നേഹത്തോടെ മെല്ലെ ഇങ്ങനെ തലോടി കൊടുക്കുക. അന്നേരത്ത് ഇതിങ്ങനെ പെട്ടെന്ന് ഇളകിപ്പോരും മക്കളെ, പെട്ടെന്ന് ഇളകിപ്പോരും. നമുക്ക് ഈ മീനാണ് വലിയ ബുദ്ധിമുട്ട് മുറിച്ചിട്ട് കറിയാക്കാൻ വേണ്ടി. മുറിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ എന്തെന്നാണ് ഇനി ചൂളി കളയാനാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ ചൂളി തന്നെയാ പറയലീന, എന്ത് ചെതുമ്പലെന്നോ. നമ്മളെ അച്ചടി ഭാഷ ചെതുമ്പൽ എന്നാണെന്ന് തോന്നുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ ചൂളി 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 എന്ന് പറയും. അങ്ങനെ 2ാമത്തെ പുതിയാപ്പിളേനെ നമ്മൾ സെറിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി 3ാമത്തെ പുതിയാപ്പിളേനെ നമ്മൾ സെറിയാക്കാൻ പോവുകയാണ്. കണ്ടോ,
ഒരു കത്തി വെച്ച് നമ്മ ഇത് എത്ര നേരം കുശുകുശോ എന്നാക്കി കൊണ്ട് കിടന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് മുറിച്ചിട്ടില്ല അവർക്കെല്ലാം അറിയും. തലവേദന ഇത് ഈ ചെത്തി കളയുന്നത് തന്നെയാണ്. കത്തി കൊണ്ട് അത്ര ഒരു എളുപ്പമല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് കണ്ട മെല്ലെ നമുക്ക് ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നു. കണ്ട ആ മസാജ് ഒരുക്കെ ചെയ്യുമ്പോൾ തന്നെ അവരിളകി പോയി 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 കണ്ട കണ്ട. അതിൽ കൊണ്ടുവന്നാലും നമുക്ക് അത്ര പെട്ടെന്ന് മീൻ നമുക്ക് അവര് ഇപ്പം നമ്മള് മക്കളോ ഭർത്താവോ കറി വെച്ചാൽ പൊരിച്ചെന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ചുളി കളയാത്തതുകൊണ്ട് നമുക്ക് വേഗം മുറിച്ച് കൊടുക്കാൻ പറ്റും. ഈ ഒരു കുന്തം കൊണ്ടെന്നാൽ ഇതിന്റെ തലവേദന നമുക്ക് ചുളി എങ്ങനെ കളയും അതൊരു തന്നെയാണ്. അപ്പൊ ഇത് നോക്ക് കണ്ട, മൂന്നാമത്തതും കളഞ്ഞു. ഇനി നാലാമത്തെ 4 മീൻ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടു. എന്താ 4 മീൻ ഉണ്ടായിട്ടു. ഇതാ നാലാമത്തതും ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോ തന്നെ ഇത് കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ശില്പക്ക് വലിയൊരു താങ്ക്സ്. ശില്പയാണ് എനിക്ക് ഐഡിയ പറഞ്ഞതിന്. കാരണം ഈ മീൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മോളെന്ന് വെച്ചാൽ എല്ലാ മീനൊന്നും തിന്നുകയും ചെയ്യില്ല. അവൾക്ക് ആകെ ഇഷ്ടമുള്ളൊരു മീൻ ഇതാണ്. അപ്പം നമ്മുടെ വാങ്ങിക്കൊണ്ടുവരാൻ മടിക്കുന്ന തന്നെ ഇത് മുറിക്കണ്ടേ ഈ തലവേദന ഇത് കളയുന്നത് ആലോചിച്ചിട്ടാണ്. ഇപ്പം പിന്നെ ആ ഒരു പ്രശ്നമില്ല. കാരണം ഈ ഒരു ട്രിക്ക് കിട്ടിയല്ലോ. ഇനി എത്ര പുതിയാപ്പിള കൊണ്ടുവന്നാലും നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് കറി റെഡി അല്ലെങ്കിൽ ഫ്രൈ റെഡി. കണ്ടതാ മക്കളെ, നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. നോക്കുക, സോഫ്റ്റ് മാർവലസ് ഫാന്റാസ്റ്റിക്. നോക്ക് വെറുതെ പറയുന്നില്ല, എല്ലാ ചുളിയും പോയി. നമ്മൾ കത്തി കൊണ്ട് മുറിച്ചാലും എല്ലാ കാട് കൊണ്ടൊക്കെ നമ്മൾ അളിക്കാലും ഇവിടെ ഞാൻ കുറച്ച് അമർത്തി കൊടുത്തിട്ടാകുമ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണിത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. എല്ലാം പോയിട്ടുണ്ട്. കത്തി കൊണ്ട് മുറിച്ചാൽ നമുക്ക് പിന്നെയും ഒരു ക്ലീൻ ആക്കേണ്ട പണി വരും. അവിടെ എങ്ങും ഒഴിഞ്ഞിട്ടുണ്ടാവും, ഇത് ഒഴിയുന്നില്ല. കണ്ട ഈച്ചകളൊക്കെ വന്നല്ല. എന്നാ മക്കളെ മീൻ വേണോ? ബാ 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 മീനിന്നോ നത്തുന്നോ ബാ. അപ്പൊ ഇത് ഞാനിനി മുറിച്ചിട്ട് ഇത് കഴുകുന്നൊന്നും ഞാൻ കാണിക്കണ്ടല്ലോ. കാരണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് അത്രേ ഇല്ലൂ. ഇതാ സിമ്പിള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, കമന്റും നിങ്ങൾ മറക്കരുത്. ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണ്. എല്ലാവരോടും എപ്പോഴും പറയും, പക്ഷെ എല്ലാവർക്കും ഒന്ന് ഭയങ്കര പിശിക്കാന്ന് തന്നെ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ആരും മടി കാണിക്കരുത്. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ. അച്ചു. ലൈക്ക് തരണേ. നിങ്ങളെ കമന്റും ഇടറിയ അഭിപ്രായങ്ങളും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമന്റ് ഇടാം. ഓക്കെ.